സെന്റൻസ് മേക്കിംഗ് തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, അതിനാവശ്യമായ സ്ട്രക്ചേഴ്സ്, മെയിൻലി ING ഫോംസും ടു ഇൻഫിനിറ്റീവ്സും ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ്, അതാണ് ഇന്നത്തെ ലെസണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പല സ്ട്രക്ചേഴ്സും നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതിവിടെ റിവൈസ് ചെയ്യാം. ചിലത് പുതിയ സ്ട്രക്ചേഴ്സ് ആണ്, അത് പഠിക്കുകയും ചെയ്യാം. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ കുറച്ച് സെന്റൻസസ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു, അത് നോക്കാം. പിന്നെ ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവര് ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. ഞാൻ അവളെ കണ്ടിട്ട് വർഷങ്ങളായി. രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ അവളെ കണ്ടു. രണ്ട്, വർഷങ്ങളായി. അപ്പൊ നമുക്കിവിടെ രണ്ട് ക്ലോസ് വേണം. വർഷങ്ങളായി എന്ന് പറയാൻ നമുക്ക് ഇറ്റ് ഹാസ് ബീൻ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. മാസങ്ങളായി എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ മന്ത്സ്. ഇറ്റ് ഹാസ് ബീൻ ഇയേഴ്സ്. ഞാൻ അവളെ കണ്ടു. ഐ സോ ഹർ. ഞാൻ അവളെ കണ്ടിട്ട് അല്ലെങ്കിൽ കണ്ടതിന് ശേഷം എന്ന് പറയുമ്പോഴോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ക്ലോസിനെ സിൻസ് ഉപയോഗിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സിൻസ് ഐ സോ ഹർ, അതിനർത്ഥം ഞാൻ അവളെ കണ്ടിട്ട് എന്നാണ്, അല്ലെങ്കിൽ കണ്ടതിന് ശേഷം. സിൻസ് നമുക്ക് പ്രിപ്പോസിഷനായി ഉപയോഗിക്കാം, കൺജങ്ഷനായി ഉപയോഗിക്കാം. കൺജങ്ഷനായി ഉപയോഗിക്കുന്ന സമയത്ത് അതിനുശേഷം ഒരു ക്ലോസ് വരും. പ്രിപ്പോസിഷനായി ഉപയോഗിക്കുന്ന സമയത്ത് അതിനുശേഷം ഒരു ടൈം എക്സ്പ്രഷൻ, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ സൂചിപ്പിക്കുന്ന ടൈം എക്സ്പ്രഷനാണ് വരിക. സിൻസ് ജാനുവരി, സിൻസ് മൺഡേ, സിൻസ് മോർണിംഗ്. അതുപോലത്തെ നൗൺസ് ആണ് പ്രിപ്പോസിഷൻ സിൻസിന് ശേഷം വരിക. പക്ഷെ കൺജങ്ഷൻ സിൻസിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ക്ലോസ് ആണ്. ഞാൻ അവളെ കണ്ടിട്ട് വർഷങ്ങളായി. ഇറ്റ് ഹാസ് ബീൻ ഇയേഴ്സ് സിൻസ് ഐ മെറ്റ് ഹർ അല്ലെങ്കിൽ സോ ഹർ. മെറ്റ് എന്ന വാക്കും നമുക്ക് ഉപയോഗിക്കാം, സോ എന്ന വാക്കും ഉപയോഗിക്കാം. വലിയൊരു ഡിഫറൻസ് ഇല്ല. നമ്മൾ അറേഞ്ച് ചെയ്ത് ഒരാളെ കാണുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് പൊതുവെ മീറ്റ് എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഇയേഴ്സ്, ആ ക്ലോസിൽ ഇറ്റ് ഉപയോഗിച്ച് തുടങ്ങുന്ന ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്. കാരണം നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഹാസ് ബീൻ എന്നത് ഈസിന്റെയും വാസിന്റെയും എല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ്. നീ ഒരു പ്ലംബറെ കൊണ്ടാണോ ആ ടാപ്പ് റിപ്പയർ ചെയ്യിച്ചത്? നീയാണോ റിപ്പയർ ചെയ്തത് എന്നല്ല ചോദിക്കുന്നത്. ഒരു പ്ലംബറെ കൊണ്ട് അത് റിപ്പയർ ചെയ്യിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു പ്ലംബറെ കൊണ്ടാണ് റിപ്പയർ ചെയ്യിച്ചത് എന്ന് എങ്ങനെ പറയും? ഐ ഹാഡ് എ പ്ലംബർ ഫിക്സ് ദ ടാപ്പ്, അല്ലെ? ഐ ഹാഡ് എ പ്ലംബർ ഫിക്സ് ദ ടാപ്പ് എന്നോ റിപ്പയർ ദ ടാപ്പ് എന്നോ പറയും. അതിനർത്ഥം ഞാനൊരു പ്ലംബറെ കൊണ്ടാണ് അത് റിപ്പയർ ചെയ്യിച്ചത് എന്നാണ്. ഐ ഹാഡ് എ പ്ലംബർ റിപ്പയർ ദ ടാപ്പ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഹാഡിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ പോരാ. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായത് കാരണം നമുക്ക് ഡിഡ് ഉപയോഗിക്കണം. ഡിഡ് യു ഹാവ് എ പ്ലംബർ റിപ്പയർ ദ ടാപ്പ്? ഐ ഹാഡ് എ പ്ലംബർ ഫിക്സ് ദ ടാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്ലംബറെ കൊണ്ടാണ് ഞാൻ നേരെയാക്കിച്ചത്. അതിന്റെ ക്വസ്റ്റ്യൻ ആണിത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയത് കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഡിഡ് ഉപയോഗിച്ചാണ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോളിഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അധികം ആളുകളൊന്നും ആ വീഡിയോ കണ്ടിട്ടില്ല. നല്ലൊരു ലെസൺ ആയിരുന്നു. കാണാത്തവർ തീർച്ചയായും കണ്ടു നോക്കൂ. ആ ഫിലിം ഞങ്ങളെ കരയിച്ചു. നമുക്കിത് മേക്ക് എന്ന വെർബ് ഉപയോഗിച്ച് പറയാം. മേക്കിന് ശേഷം വരിക അതിന്റെ ഒബ്ജക്റ്റ്, പിന്നെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ING ഫോം നമ്മൾ യൂസ് ചെയ്യില്ല. ദാറ്റ് ഫിലിം മെയ്ഡ് us cry. ആ സിനിമ ഞങ്ങളെ കരയിച്ചു. ഇത് തന്നെ നമുക്ക് ഹാവ് ഉപയോഗിച്ചും പറയാം. പാസ്റ്റ് ടെൻസ് ആയത് കാരണം ഹാവ് അല്ല ഹാഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ കാണുന്നതിനിടയിൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നു, അതാണ് പറയേണ്ടത്. കണ്ടിന്യൂസ് ആയ ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ING ഫോം ഉപയോഗിക്കാം. ദാറ്റ് ഫിലിം ഹാഡ് us cry. ഇനി ക്രൈ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ദാറ്റ് ഫിലിം ഹാഡ് us cry എന്ന് പറയാം. മേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്രൈങ് ഉപയോഗിക്കരുത്, ക്രൈ എന്ന് തന്നെ പറയാം. ദാറ്റ് ഫിലിം മെയ്ഡ് us cry. ആ സിനിമ ഞങ്ങളെ കരയിച്ചു. എത്ര നേരമായി നീ കാത്തു നിൽക്കുന്നു? എത്ര നേരമായി എന്നതിന് ഹൗ ലോങ് എന്ന് ചോദിക്കാം. ആക്ഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹൗ ലോങ്ങിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഒരു സ്റ്റേറ്റിനെ കുറിച്ച്, അവസ്ഥയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹൗ ലോങ്ങിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്? ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാവിനെ എടുത്ത് സബ്ജക്റ്റ് ആയി യുവിന് മുന്നിൽ ഉപയോഗിച്ചത്. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്? എത്ര നേരമായി നീ കാത്തു നിൽക്കുന്നു? ആ കുട്ടിയെ കാണാതായിട്ട് എത്രയായി? എത്ര സമയമായി, അല്ലെങ്കിൽ എത്ര മാസമോ എത്ര ദിവസമോ ആയി? അതാണ് ചോദ്യം. അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ? ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ആക്ഷനെ കുറിച്ചല്ല, ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ്. ആ കുട്ടിയെ കാണാനില്ലാതായി എന്ന അവസ്ഥ, ആ അവസ്ഥയെ കുറിച്ചായത് കാരണം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല. അപ്പൊ എത്ര സമയമായി എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ? ആ കുട്ടിയെ കാണാതായിട്ട്, അതായത് ആ കുട്ടി മിസ്സായതിനു ശേഷം. ഒരു കുട്ടി മിസ്സായിട്ടുണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയാം? എ ചൈൽഡ് ഹാസ് ഗോൺ മിസ്സിംഗ്. ദ ചൈൽഡ് ഈസ് മിസ്സിംഗ് എന്ന് പറയുമ്പോൾ അത് ആ കുട്ടി ഇപ്പോൾ ആ കുട്ടിയെ കാണുന്നില്ല എന്ന അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്.
ദ ചൈൽഡ് ഹാസ് ഗോൺ മിസ്സിംഗ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ കാണാതായിട്ടുണ്ട് എന്ന ഒരു ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ കാണാതായി എന്ന് നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ പറയാം. ദ ചൈൽഡ് വെന്റ് മിസ്സിംഗ് എന്നാണ്. ദ ചൈൽഡ് വാസ് മിസ്സിംഗ് എന്നോ ദ ചൈൽഡ് ഈസ് മിസ്സിംഗ് എന്നോ അല്ല. ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് ദ ചൈൽഡ് വെൻ മിസ്സിംഗ്. സിൻസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇറ്റ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അത് ശ്രദ്ധിക്കണം. ഇതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ സിൻസിന് ശേഷം എല്ലായ്പ്പോഴും വരുന്നത് സിമ്പിൾ പാസ്റ്റും മറ്റേ ക്ലോസിൽ മെയിൻ ക്ലോസിൽ വരുന്നത് പ്രസന്റ് പെർഫെക്റ്റോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ ആയിരിക്കും. ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് ദാറ്റ് ചൈൽഡ്. ദാറ്റ് ചൈൽഡ് എന്നോ ദ ചൈൽഡ് എന്നോ പറയാം. ദാറ്റ് ചൈൽഡ് വെൻ മിസ്സിംഗ്. ആ കുട്ടിയെ കാണാതായതിനു ശേഷം എത്രയായി. ഒരു കുട്ടിയെ കാണാതാവുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഗോ മിസ്സിംഗ് എന്ന എക്സ്പ്രഷനാണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ് മിസ്സിംഗ്. ഇനി ഇന്നത്തെ ക്ലാസ്. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഐ വാസ് സ്ലീപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വാസ് ഫീലിംഗ് സ്ലീപ്പി എന്ന് പറയാം. ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു, ഐ ട്രൈഡ് ടു കോൺസെൻട്രേറ്റ്, അല്ലെങ്കിൽ ഐ ട്രൈഡ് ടു ഫോക്കസ്, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല, ബട്ട് ഐ കുഡിൻറ്റ്. ട്രൈ എന്ന വെർബിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം, ing ഫോം ഉപയോഗിക്കാം. മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. ചില വേർബ്സിന് ശേഷം നമുക്കിത് രണ്ടും ഉപയോഗിക്കാൻ പറ്റും, മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ചില വേർബ്സിന് ശേഷം ing ഫോം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന മീനിങ് അല്ല ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോൾ കിട്ടുക. ട്രൈ എന്ന വെർബിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, ing ഫോം ഉപയോഗിക്കാം. മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. ചില വേർബ്സിന് ശേഷം നമുക്ക് ഇത് രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാം. ചില വേർബ്സിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് തന്നെ വേണം ഉപയോഗിക്കാൻ, ചിലതിന് ശേഷം ing ഫോം വേണം ഉപയോഗിക്കാം. ട്രൈ പോലുള്ള വേർബ്സിന്റെ കാര്യത്തിൽ രണ്ടും ഉപയോഗിക്കാം, പക്ഷെ മീനിങ്ങിൽ ഡിഫറൻസ് വരും. ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമിക്കുകയാണ് എന്ന് പറയാനാണ് ട്രൈക്ക് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു, ഐ ട്രൈഡ് ടു കോൺസെൻട്രേറ്റ്, അല്ലെങ്കിൽ ഐ ട്രൈഡ് ടു ഫോക്കസ്, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല, ബട്ട് ഐ കുഡിൻറ്റ്. എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു, ഐ ഫീൽ ഡിസി. തല കറങ്ങുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഡിസി എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. ഡിസിനസ് അതാണ് അതിന്റെ നൗൺ. ഗിഡിനെസ് എന്നൊരു നൗൺ കൂടി ഉണ്ട്. ഇത് കേൾക്കുന്നയാള് പറയുന്നത് എന്നാൽ ഇത്തിരി നേരം കിടന്നു നോക്കുക എന്നാണ്. കിടക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാനല്ല പറയുന്നത്. കിടക്കാനും ഇരിക്കാനും എല്ലാവർക്കും കഴിയും. ഇവിടെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഒരു കാര്യം ചെയ്യുന്നത് വഴി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമോ എന്ന് അറിയാനാണ് ശ്രമിക്കുന്നത്. അതായത് അല്പനേരം കിടന്നു നോക്കിയാൽ തലകറക്കം മാറുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ഇതൊരു തരം എക്സ്പെരിമെന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ട്രൈക്ക് ശേഷം ഉപയോഗിക്കുന്നത് ing ഫോം ആണ്. ഐ ഫീൽ ഡിസി, ട്രൈ ലൈങ് ഡൗൺ ഫോർ എ വൈൽ. ട്രൈ ലൈങ് ഡൗൺ ഫോർ എ വൈൽ. ട്രൈ ടു ലൈ ഡൗൺ അല്ല. ട്രൈ ടു ലൈ ഡൗൺ എന്ന് പറയുമ്പോൾ കിടക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക എന്ന അർത്ഥമാണ് വരിക. നമുക്ക് ആ മീനിങ് അല്ല വേണ്ടത്. കിടക്കുന്നത് കൊണ്ട് തലകറക്കം മാറുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് അല്ല, ing ഫോം ആണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു ഫലം കിട്ടുമോ എന്നറിയുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ട്രൈക്ക് ശേഷം ഉപയോഗിക്കുന്ന ing ഫോം ആണ്. ഞാൻ ആ ടേബിൾ നീക്കാൻ ശ്രമിച്ചു, പക്ഷെ അതിന് നല്ല ഭാരം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ടേബിൾ നീക്കാൻ ശ്രമിക്കുന്നത് നമുക്കത് നീക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു റിസൾട്ടിന് വേണ്ടിയല്ല നമ്മളത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അത് കാരണം ട്രൈക്ക് ശേഷം ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ ട്രൈഡ് ടു മൂവ് ദാറ്റ് ടേബിൾ. നീക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ മൂവ് ദാറ്റ് ടേബിൾ. ഐ ട്രൈഡ് ടു മൂവ് ദാറ്റ് ടേബിൾ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ശ്രമിച്ചു എന്നത് കഴിഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷെ അതിന് നല്ല ഭാരം ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി ഹെവി, അല്ലെങ്കിൽ ടു ഹെവി. എനിക്ക് നീക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. ഐ ട്രൈഡ് ടു മൂവ് ദ ടേബിൾ ബട്ട് ഇറ്റ് വാസ് വെരി ഹെവി. വെരി ഹെവി എന്ന് പറയുമ്പോൾ നല്ല ഭാരം ഉണ്ടായിരുന്നു. അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷെ അയാൾ വളരെ ദുർബലനായിരുന്നു. ഇവിടെയും അയാൾ ശ്രമിക്കുന്നത് അയാൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമോ എന്നറിയാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്. ഹീ ട്രൈഡ് ടു ഗെറ്റ് അപ്പ്. എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ ഗെറ്റ് അപ്പ്. ഹീ ട്രൈഡ് ടു ഗെറ്റ് അപ്പ്. പക്ഷെ അയാൾ വളരെ ദുർബലനായിരുന്നു. പക്ഷെ അയാൾക്കത് കഴിഞ്ഞില്ല. അതിന് കാരണം അയാൾ വളരെ വീക്കായിരുന്നു. ബട്ട് ഹി വാസ് ടു വീക്ക്. ടു വീക്ക് എന്നോ വെരി വീക്ക് എന്നോ പറയാം. ദുർബലനാവുക എന്നത് നെഗറ്റീവായ കാര്യമാണ്. വീക്ക് എന്നത് നെഗറ്റീവായൊരു ആശയത്തിനെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവാണ്. അതിൻ്റെ കൂടെ നമുക്ക് ടു ഉപയോഗിക്കാം. പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ടു ഉപയോഗിക്കരുത്, വെരി ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് വെരി ഉപയോഗിക്കാം, ടു ഉപയോഗിക്കാം. ഹി ട്രൈഡ് ടു ഗെറ്റ് അപ്പ് ബട്ട് ഹി വാസ് ടു വീക്ക്. ഇത് തന്നെ നമുക്ക് ടു എന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചും കമ്പൈൻ ചെയ്യാം. എഴുന്നേൽക്കാൻ കഴിയാത്ത അത്ര ദുർബലനായിരുന്നു അയാൾ. അതെങ്ങനെ പറയുന്നത്? നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നോക്കിയിട്ടുള്ള കാര്യമാണ്. ഹി വാസ് ടു വീക്ക് ടു ഗെറ്റ് അപ്പ്. എഴുന്നേൽക്കാൻ കഴിയാത്ത അത്രയും ദുർബലനായിരുന്നു അയാൾ.
ടു തന്നെ ഒരു നെഗറ്റീവ് വാക്കാണ്. പിന്നെ ആ സെന്റൻസിനകത്ത് വേറെ നെഗറ്റീവ് വേർഡ്സ് നോട്ട്, നോ ഒന്നും വരുന്നില്ല. ഹി വാസ് ടു വീക്ക് ടു ഗെറ്റ് അപ്പ്. അയാൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കാത്ത അത്ര ദുർബലനായിരുന്നു അയാൾ. ടുവിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ഒരു അഡ്ജക്റ്റീവ് ആണ്. പിന്നെ വന്നത് ഒരു ടു ഇൻഫിനിറ്റീവ് ആണ്. ഹി വാസ് ടു വീക്ക് ടു ഗെറ്റ് അപ്പ്. ഇത് തന്നെ നമുക്ക് സോ ദാറ്റ് ഉപയോഗിച്ചും പറയാം. ടുവിന് പകരം നമ്മൾ സോ ഉപയോഗിക്കും. പിന്നെ ആ ടു ഇൻഫിനിറ്റീവ് ഉണ്ടല്ലോ, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റ് ക്ലോസ് ആണ്. ഹി വാസ് സോ വീക്ക് ദാറ്റ് ഹി കുഡ് നോട്ട് ഗെറ്റ് അപ്പ്. ഇവിടെ ദാറ്റ് ക്ലോസിൽ നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് ക്ലോസും നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 3 സ്ട്രക്ചേഴ്സും ശ്രദ്ധിക്കുക. ആ ഫോട്ടോ കോപ്പിയർ പ്രവർത്തിക്കുന്നതായി തോന്നുന്നില്ല. ആ ഫോട്ടോ കോപ്പിയർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദാറ്റ് ഫോട്ടോ കോപ്പിയർ ഈസ് ഇൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മതി. അത് പ്രവർത്തിക്കുന്നതായി തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സീം എന്നൊരു വെർബ് കൂടി ഉപയോഗിക്കും. ദാറ്റ് ഫോട്ടോ കോപ്പിയർ ഡസിൻ സീം ടു ബി വർക്കിംഗ്. ദാറ്റ് ഫോട്ടോ കോപ്പിയർ ഡസിൻ സീം ടു ബി വർക്കിംഗ്. അപ്പോൾ പ്രവർത്തിക്കുന്നതായി തോന്നുന്നില്ല എന്നർത്ഥം കിട്ടും. ഡസിൻ സീം ടു ബി വർക്കിംഗ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഫോട്ടോ കോപ്പിയർ ഈസ് ഇൻ വർക്കിംഗ് എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. അതിന് സൊല്യൂഷനായി അത് കേൾക്കുന്നയാൾ പറയുന്നത് ആ പച്ച ബട്ടൺ ഒന്ന് അമർത്തി നോക്കൂ എന്നാണ്. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. പച്ച ബട്ടൺ അമർത്താൻ സാധിക്കുമോ എന്നല്ല നമ്മൾ നോക്കുന്നത്. അത് അമർത്തി നോക്കിയാൽ ആ ഫോട്ടോ കോപ്പിയർ പ്രവർത്തിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് മറ്റൊരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ ബട്ടൺ അമർത്തി നോക്കുന്നത്. ട്രൈ പ്രസിങ് ദാറ്റ് ഗ്രീൻ ബട്ടൺ. ട്രൈ ടു പ്രസ് അല്ല, ട്രൈ പ്രസിങ്. ട്രൈ പ്രസിങ് ദ ഗ്രീൻ ബട്ടൺ. ആ പച്ച ബട്ടൺ ഒന്ന് അമർത്തി നോക്കൂ. എനിക്ക് ഒരു ഡോക്ടറെ കാണണം. ഇതൊരു ആവശ്യമാണ്, ആഗ്രഹമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് നീഡാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയാൻ, നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പൊതുവെ വാണ്ട് എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ചെയ്തേ മതിയാവൂ എന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം, അതായത് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വെർബ് നീഡാണ്. ഐ നീഡ് ടു സീ എ ഡോക്ടർ. എനിക്കൊരു ഡോക്ടറെ കാണണം. നീഡിന് ശേഷം നമുക്ക് ING ഫോമും ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. ഐ നീഡ് ടു സീ എ ഡോക്ടർ. അഫർമേറ്റീവ് സെന്റൻസസിൽ നമ്മൾ നീഡിന് ശേഷം ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്. ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ടു ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ അഫർമേറ്റീവ് സെന്റൻസസിൽ നീഡിന് ശേഷം ഉപയോഗിക്കുന്നത്. യു നീഡ് ടു വർക്ക് ഹാർഡ്. നീ കൂടുതൽ നന്നായി ജോലി ചെയ്യണം. യു നീഡ് ടു എക്സസൈസ്. നീ എക്സസൈസ് ചെയ്യണം. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് പറയാനും മറ്റൊരാളൊരു കാര്യം ചെയ്യണമെന്ന് പറയാനും നമുക്ക് നീഡ് ഉപയോഗിക്കാം. രണ്ടായാലും അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ നീഡ് ടു സീ എ ഡോക്ടർ. നീ കാത്തു നിൽക്കേണ്ടതില്ല. നീഡ് ആവശ്യമാണ്. ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നീഡ് നോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡോൺ നീഡ് ഉപയോഗിക്കാം. നീഡ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു മോഡൽ ഓക്സിലറി ആയും യൂസ് ചെയ്യാറുണ്ട്, ഒരു ഓർഡിനറി വെർബായും യൂസ് ചെയ്യാറുണ്ട്. മോഡൽ ഓക്സിലറി ആയി ഉപയോഗിക്കുമ്പോൾ പിന്നെ നമുക്ക് ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഡു, ഡസ്, ഡിഡ് ഒന്നും ആവശ്യമില്ല. ആ മോഡൽ വെർബിന് ശേഷം നീഡിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ മതി. അതിനെ ക്വസ്റ്റ്യൻ ആക്കുന്നതിന് വേണ്ടി ആ നീഡിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ മതി. ഷുഡും വുഡും എല്ലാം ഉപയോഗിക്കുന്ന പോലെ തന്നെ ഷുഡിന് ശേഷം നമ്മൾ നോട്ട് ഉപയോഗിച്ചാൽ ആ സെൻറ്റൻസ് നെഗറ്റീവായി. ഷുഡിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ അത് ക്വസ്റ്റ്യൻ ആയി. അതുപോലെ തന്നെ നീഡിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ അത് ക്വസ്റ്റ്യൻ ആവും. നീഡിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആവും. മോഡൽ വെർബായി നീഡ് ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ. നീഡ് ഓർഡിനറി വെർബായാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഡു, ഡസ്, ഡിഡ് എല്ലാം വേണം. നീ കാത്തു നിൽക്കേണ്ടതില്ല. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. യു ഡോണ്ട് നീഡ് ടു വെയിറ്റ്. നീ കാത്തു നിൽക്കേണ്ടതില്ല. ടു ഇൻഫിനിറ്റീവ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. യു ഡോണ്ട് നീഡ് ടു വെയിറ്റ്. ഈ സെൻറ്റൻസിൽ നീഡ് നമ്മൾ ഓർഡിനറി വെർബായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡോണ്ട് ഉപയോഗിച്ചത്. ഇങ്ങനെ ഓർഡിനറി വെർബായി നീഡ് ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിന് ശേഷം വരുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. യു ഡോണ്ട് നീഡ് ടു വെയിറ്റ്. നീ കാത്തു നിൽക്കേണ്ടതില്ല. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. യു നീഡ് ഇൻ വെയിറ്റ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ നീഡ് നമ്മൾ മോഡൽ വെർബായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ ആ വെർബിന് ശേഷം നോട്ട് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം വന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. മോഡൽ വെർബ്സിന് ശേഷം നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന എല്ലാ മോഡൽ വെർബ്സിന് ശേഷവും ഓട്ടോ ഒരു എക്സെപ്ഷൻ ആണ്. ബാക്കി എല്ലാ മോഡൽ വെർബിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. നീഡ് മോഡൽ വെർബായി ഉപയോഗിക്കുമ്പോൾ അതിന് ശേഷം വരുന്നതും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. പക്ഷെ നീഡ് ഓർഡിനറി വെർബായി ഉപയോഗിക്കുമ്പോൾ അതിന് ശേഷം വരുന്നത് ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. യു ഡോണ്ട് നീഡ് ടു വെയിറ്റ് അല്ലെങ്കിൽ യു നീഡിൻറ്റ് വെയിറ്റ്. എൻ്റെ ഫോൺ ചാർജ് ചെയ്യണം. ഫോൺ അല്ല ചാർജ് ചെയ്യുന്നത്, നമ്മളാണ് ചാർജ് ചെയ്യുന്നത്. ഫോൺ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നീഡിന് ശേഷം ING ഫോം വരുന്ന സമയത്ത് ഒരു പാസീവ് മീനിങ് ആണ് അതിനുള്ളത്. അതായത് എന്തോ ഒന്ന്
അവിടെ സബ്ജക്റ്റായി വരുന്ന നൗണിന് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ സബ്ജക്റ്റ് ഒന്നും അവിടെ ചെയ്യുന്നില്ല, മറിച്ച് അതിനെന്തോ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ എന്നാണ്. ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യണം. ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചത്. ഇനി ഫോൺ സബ്ജക്റ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ഫോൺ ഒന്നും ചെയ്യുന്നില്ല. അത് കാരണം തന്നെ നമുക്ക് വേണ്ടത് പാസീവ് സ്ട്രക്ചറാണ്. മൈ ഫോൺ നീഡ്സ് ചാർജിങ്. നീഡിന് ശേഷം ഒരു ING ഫോം വരുമ്പോൾ പാസീവ് മീനിങ് ആണ്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. മൈ ഫോൺ നീഡ്സ് ടു ബി ചാർജ്ഡ്. ടു ബി ചാർജ്ഡ് എന്നത് ഒരു പാസീവ് ഇൻഫിനിറ്റീവ് ആണ്. ഇൻഫിനിറ്റീവ് ഉപയോഗിച്ച് പറയുമ്പോൾ നമ്മൾ മൈ ഫോൺ നീഡ്സ് ടു ചാർജ് എന്ന് പറഞ്ഞാൽ പോരാ, നീഡിന് ശേഷം ഉപയോഗിക്കുന്ന ഇൻഫിനിറ്റീവിന് ആക്റ്റീവ് മീനിങ് ആണുള്ളത്. അപ്പോൾ പാസീവ് മീനിങ് ആക്കണമെങ്കിൽ നമ്മൾ ആ ഇൻഫിനിറ്റീവിനെ അതിന്റെ പാസീവ് ഫോമിലേക്ക് മാറ്റണം. ടു ചാർജ് എന്ന ഇൻഫിനിറ്റീവിന്റെ പാസീവ് ഫോം ആണ് ടു ബി ചാർജ്ഡ്. പക്ഷെ ING ഫോം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ അതിന്റെ രൂപത്തിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ING ഫോം അവിടെ ഉപയോഗിച്ചാൽ മതി. നീഡിന് ശേഷം അത് വരുമ്പോൾ അതിന് പാസീവ് മീനിങ് ആണുള്ളത്. മൈ ഫോൺ നീഡ്സ് ചാർജിങ് അല്ലെങ്കിൽ മൈ ഫോൺ നീഡ്സ് ടു ബി ചാർജ്ഡ്. ഇനി സബ്ജക്റ്റ് ഞാനാണെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുക ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ. നിന്റെ മുടി വെട്ടണം. സബ്ജക്റ്റ് മുടിയാണ്, നിന്റെ മുടിയാണ്. പക്ഷെ മുടിയൊന്നും ചെയ്യുന്നില്ല. മുടി ഒന്നുകിൽ നമ്മൾ വെട്ടണം അല്ലെങ്കിൽ നമ്മൾ മറ്റാരെ കൊണ്ടോ വെട്ടിക്കണം. എന്തായാലും മുടി ഇവിടെ ആക്ഷൻ ഒന്നും പെർഫോം ചെയ്യുന്നില്ല. അതിനാണ് സംഭവിക്കുന്നത് ഒരു കാര്യം. ഇവിടെയും നമുക്ക് വേണ്ടത് ഒരു ING ഫോം ആണ്. പാസീവ് മീനിങ് ഉള്ള ഒരു സ്ട്രക്ചറാണ് വേണ്ടത്. ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ ആ ഇൻഫിനിറ്റീവിന്റെ പാസീവ് ഫോം വേണം ഉപയോഗിക്കാൻ. നീ നിന്റെ മുടി വെട്ടണമെന്ന് എങ്ങനെ പറയും? യു നീഡ് ടു കട്ട് യുവർ ഹെയർ. യു നീഡ് ടു കട്ട് യുവർ ഹെയർ എന്ന് പറയുമ്പോൾ അവിടെ നീ തന്നെയാണ് നിന്റെ മുടി വെട്ടുന്നത്. ഇനി അതല്ല, മറ്റൊരാളെ കൊണ്ട് വെട്ടിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയാം യു നീഡ് ടു ഹാവ് യുവർ ഹെയർ കട്ട് എന്നാണ്. അപ്പൊ നമുക്ക് കോസറ്റീവ് ഫോം ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് ING ഫോം ഉപയോഗിച്ച ആ കാര്യം പറയാം. യുവർ ഹെയർ നീഡ്സ് കട്ടിങ്. യുവർ ഹെയർ നീഡ്സ് കട്ടിങ്. അതിനർത്ഥം നിന്റെ മുടി നീ വെട്ടിക്കേണ്ടതുണ്ട് എന്നാണ്. യുവർ ഹെയർ നീഡ്സ് കട്ടിങ്. നീഡ്സ് കട്ടിങ് എന്നതിന് പകരം നമുക്ക് നീഡ്സ് ടു ബി കട്ട് എന്ന പാസീവ് ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. യുവർ ഹെയർ നീഡ്സ് ടു ബി കട്ട്. നീഡിന് ശേഷം വന്ന കട്ടിങ് എന്ന ING ഫോമിന് പാസീവ് മീനിങ് ആണുള്ളത്. പക്ഷേ ടു കട്ട് എന്ന ഇൻഫിനിറ്റീവിന് ആക്റ്റീവ് മീനിങ് ആണ്. നമുക്കതിനെ പാസീവ് ഫോമിലാക്കിയാൽ മാത്രമേ നീഡിന് ശേഷം ഇവിടെ അത് ഉപയോഗിക്കാൻ സാധിക്കൂ. യുവർ ഹെയർ നീഡ്സ് ടു ബി കട്ട്. നിന്റെ മുടി മുറിക്കപ്പെടേണ്ടതുണ്ട്. നീയാണ് മുറിക്കുന്നതെങ്കിൽ യു നീഡ് ടു കട്ട് യുവർ ഹെയർ. നീ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ യു നീഡ് ടു ഹാവ് യുവർ ഹെയർ കട്ട്. യു നീഡ് ടു ഹാവ് യുവർ ഹെയർ കട്ട്. ഹാവിന് പകരം ഗെറ്റ് ഉപയോഗിക്കാം. യു നീഡ് ടു ഗെറ്റ് യുവർ ഹെയർ കട്ട്. ഇത് കോസേറ്റീവ് യൂസ് ആണ്. മൂന്നാമത് എഴുതിയ സെന്റൻസിൽ നീയാണ് സബ്ജക്റ്റ്. ആദ്യത്തെ രണ്ട് സെന്റൻസിലും ഹെയർ മുടിയാണ് സബ്ജക്റ്റ്. ഹെയർ തീർച്ചയായും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് പാസീവ് വേർബ്സ് ആണ് ആ സെന്റൻസസിൽ. ING ഫോം നീഡിന് ശേഷം വരുമ്പോൾ അതിന് പാസീവ് മീനിങ് ആണ്. ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ അതിന്റെ പാസീവ് ഫോമിലേക്ക് മാറ്റണം. ടു കട്ട് എന്നതിന്റെ പാസീവ് ഫോം ആണ് ടു ബി കട്ട്. ഈ ജാക്കറ്റ് കഴുകേണ്ടതുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക്? എന്ത്? ഈ ജാക്കറ്റ് കഴുകണോ? ദിസ് ജാക്കറ്റ് നീഡ്സ് വാഷിംഗ്. ആ ജാക്കറ്റ് ഒന്നും അവിടെ ചെയ്യുന്നില്ല. അത് മറ്റാരോ കഴുകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാസീവ് വെർബാണ് നമുക്ക് വേണ്ടത്. ഡു യു തിങ്ക് ദിസ് ജാക്കറ്റ് നീഡ്സ് ക്ലീനിങ് അല്ലെങ്കിൽ വാഷിംഗ്. ഈ ജാക്കറ്റ് ക്ലീൻ ചെയ്യേണ്ടതുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീഡ്സ് ക്ലീനിങ് എന്നത് പാസീവ് വെർബാണ്. ഇത് തന്നെ നമുക്ക് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചും പറയാം. ഡു യു തിങ്ക് ദിസ് ജാക്കറ്റ് നീഡ്സ് ടു ബി ക്ലീൻഡ്. നീഡ്സ് ക്ലീനിങ് എന്ന ING ഫോം ഉപയോഗിക്കുന്ന എക്സ്പ്രഷന് പകരം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിനെ അതിന്റെ പാസീവ് ഫോമിലാണ് ഉപയോഗിക്കുന്നത്. നീഡ്സ് ടു ക്ലീൻ എന്ന് പറഞ്ഞാൽ പോരാ, നീഡ്സ് ടു ബി ക്ലീൻഡ് എന്ന് പറയണം. ടു ക്ലീൻ എന്ന ഇൻഫിനിറ്റീവിന്റെ പാസീവ് ഫോം ആണ് ടു ബി ക്ലീൻഡ്. ഈ ടേബിൾ നീക്കാൻ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഒരു സഹായം ചോദിക്കുമ്പോൾ ക്യാൻ യു ഹെൽപ്പ് ഉപയോഗിച്ച് നമുക്ക് തുടങ്ങാം. ക്യാൻ യു ഹെൽപ്പ്? ആരെ? എന്നെ, മീ. എന്ത് സഹായം? ടേബിൾ നീക്കാനുള്ള സഹായം. ക്യാൻ യു ഹെൽപ്പ് മീ ടു മൂവ് ദിസ് ടേബിൾ? അല്ലെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ മൂവ് ദിസ് ടേബിൾ? ഹെൽപ്പിന് ശേഷം നമുക്ക് ടു ഉള്ള ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ മൂവ് ദിസ് ടേബിൾ? ഈ ടേബിൾ നീക്കാൻ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ടു മൂവ് എന്നോ മൂവ് എന്ന് മാത്രമോ നമുക്കിവിടെ ഉപയോഗിക്കാം. ഞാൻ സീരിയസ് ആവാൻ ശ്രമിച്ചു. അവൻ എന്നാണ് എഴുതിയത്? ആവാൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഐ ട്രൈ ടു ബി സീരിയസ്. ഞാൻ സീരിയസ് ആവാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നമുക്കൊരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് കുഡിൻ ഹെൽപ്പ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അതിനുശേഷം വരെ ING ഫോം ആണ്.
ഐ ട്രൈ ടു ബി സീരിയസ് ബട്ട് ഐ കുഡിൻ ഹെൽപ്പ് ലോഫിംഗ്. പക്ഷെ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഹെൽപ്പ് ലോഫിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഹെൽപ്പ് ക്രൈം എന്ന് പറയുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ സ്ട്രക്ചറിൽ ഹെൽപ്പിന് ശേഷം ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. ടു ഇൻഫിനിറ്റീവോ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവോ ഉപയോഗിക്കരുത്. എനിക്ക് വിഷമമുണ്ട്. ഐ എം സോറി. നിങ്ങളുടെ സംഭാഷണം കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവർ പറയുന്നത് അവരറിയാതെ ഞാൻ കേട്ടു. അതിലെനിക്ക് ഖേദമുണ്ട്, അതാണ് പറയേണ്ടത്. മറ്റുള്ളവരുടെ സംഭാഷണം അവരറിയാതെ മനഃപൂർവ്വമോ അല്ലാതെയോ നമ്മൾ കേൾക്കുന്നതിനെ കുറിച്ച് പറയാം. പൊതുവെ മനഃപൂർവ്വം കേൾക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഓവർ ഹിയർ ആണ്. എനിക്ക് വിഷമമുണ്ട്. ഐ എം സോറി. നിങ്ങളുടെ സംഭാഷണം കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഐ കുഡിൻ ഹെൽപ്പ് ഓവർ ഹിയറിംഗ് യുവർ കോൺവെർസേഷൻ. നമുക്ക് വേണമെങ്കിൽ രണ്ട് ക്ലോസിനെ ബട്ട് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. ഐ എം സോറി ബട്ട് ഐ കുഡിൻ ഹെൽപ്പ് ഓവർ ഹിയറിംഗ് യുവർ കോൺവെർസേഷൻ. ഈ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നില്ല. ദിസ് കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കാരണം നമ്മൾ പൂർണ്ണമായും പ്രവർത്തനശൂന്യമായ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ചല്ല പറയുന്നത്. ദിസ് കമ്പ്യൂട്ടർ ഡസിൻ വർക്ക് എന്ന് പറയുമ്പോൾ ആ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നില്ല, അത് തന്നെയാണ് അതിനർത്ഥം. പക്ഷെ അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നല്ല, അത് യൂസ്ലെസ് ആയ ഒരു കമ്പ്യൂട്ടർ ആണ് എന്നാണ് അതിനർത്ഥം. ഇവിടെ നമ്മൾ പറയുന്നത് അതല്ല. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നില്ല. അതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കമ്പ്യൂട്ടർ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. ദിസ് കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ്. ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആയിരിക്കാം. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുമ്പോൾ അതൊരു പെർമനന്റ് സ്റ്റേറ്റ് ആണ് എന്നൊരു മീനിങ് അവിടെ വരും. ദിസ് കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ്. ഇത് കേൾക്കുന്നയാൾ പറയുന്നത് അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കൂ എന്നാണ്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റീസ്റ്റാർട്ട് ചെയ്യുക എന്നതൊരു എക്സ്പെരിമെന്റ് ആണ് അല്ലേ? അത് വർക്ക് ചെയ്യുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെന്റ്. ട്രൈ റീസ്റ്റാർട്ടിങ് ഇറ്റ്. ട്രൈ ടു റീസ്റ്റാർട്ട് അല്ല. ട്രൈ ടു റീസ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക എന്നാണ് അർത്ഥം. ട്രൈ റീസ്റ്റാർട്ടിങ് ഇറ്റ് എന്ന് പറയുമ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ശ്രമിക്കുകയാണ്. അവൻ ഫോൺ എടുക്കുന്നില്ല. ഹി ഈസ് ഇൻ ആൻസറിങ് ഹിസ് ഫോൺ. ഹി ഈസ് ഇൻ ആൻസറിങ് ഹിസ് ഫോൺ. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, സിമ്പിൾ പ്രസന്റ് അല്ല. ഹി ഡസൻ ആൻസർ ഹിസ് ഫോൺ എന്ന് പറയുമ്പോൾ അവൻ ഫോൺ എടുക്കാറില്ല എന്നൊരർത്ഥമാണ്. നിങ്ങൾ എപ്പോൾ ഫോൺ ചെയ്യുമ്പോഴും അവൻ ഫോൺ എടുക്കുന്നില്ല, അതിനാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക. ഹി ഡസൻ ആൻസർ ഹിസ് ഫോൺ. ഇവിടെ ഹി ഈസ് ഇൻ ആൻസറിങ് ഹിസ് ഫോൺ ആണ്. അവൻ നിങ്ങളെ ഇപ്പോൾ വിളിച്ച സമയത്ത് ഫോൺ എടുത്തില്ല. ഹി ഈസ് ഇൻ ആൻസറിങ് ഹിസ് ഫോൺ. ഞാൻ എന്ത് ചെയ്യും? വാട്ട് ഷോൾ ഐ ഡു. അവൻ ഫോൺ എടുക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? വാട്ട് ഷോൾ ഐ ഡു. അല്ലെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു. ഷോളിന് പകരം ഷുഡ് ഉപയോഗിക്കാം. അതിന്റെ സൊല്യൂഷനായി മറ്റേ ആൾ പറയുന്നത് എന്നാ പിന്നെ ഓഫീസിലേക്ക് വിളിച്ചു നോക്കിക്കൂടെ എന്നാണ്. അവൻ ഫോൺ എടുക്കാത്ത സാഹചര്യത്തിൽ അവന്റെ ഓഫീസിലേക്ക് വിളിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപക്ഷെ വിവരം ലഭിക്കും. ഇതെങ്ങനെ പറയും? നിനക്ക് അവന്റെ ഓഫീസിലേക്ക് വിളിച്ചു നോക്കിക്കൂടെ. അതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല ഞാൻ പറയുന്നത്. നിനക്ക് അവന്റെ ഓഫീസിലേക്ക് വിളിച്ചു നോക്കാം. യു കുഡ് ട്രൈ ഫോണിങ് ഹിസ് ഓഫീസ്. യു കുഡ് ട്രൈ ഫോണിങ് ഹിസ് ഓഫീസ്. അവന്റെ ഓഫീസിലേക്ക് വിളിച്ചു നോക്കാം. വിളിച്ചു നോക്കിക്കൂടെ. ചെയ്തു കൂടെ എന്ന് ചോദിക്കാൻ നമുക്ക് വൈ ഡോണ്ട് യു ട്രൈ ഫോണിങ് ഹിസ് ഓഫീസ് എന്നും ചോദിക്കാം. ഈ ബിൻ നിറഞ്ഞിരിക്കുന്നു. വേസ്റ്റ് ബിൻ. അത് നിറഞ്ഞിരിക്കുന്നു. ദിസ് ബിൻ ഈസ് ഫുൾ. അത് കാലിയാക്കേണ്ടിയിരിക്കുന്നു. ആ ബിന്ന് നമ്മൾ എംപ്റ്റി ചെയ്യണം. ബിന്നൊന്നും ചെയ്യുന്നില്ല, നമ്മളാണ് എംപ്റ്റി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു പാസീവ് സ്ട്രക്ചറാണ്. ദിസ് ബിൻ ഈസ് ഫുൾ. ഇറ്റ് നീഡ്സ് എംപ്റ്റിയിങ്. ഇറ്റ് നീഡ്സ് എംപ്റ്റിയിങ്. അതിനർത്ഥം ഇറ്റ് നീഡ്സ് ടു ബി എംപ്റ്റീഡ് എന്ന് തന്നെയാണ്. എംപ്റ്റിയിങ് എന്ന ING ഫോമിന് പകരം നമുക്ക് ടു ബി എംപ്റ്റീഡ് എന്ന പാസീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ടു എംപ്റ്റി എന്ന ആക്റ്റീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇറ്റ് നീഡ്സ് ടു ബി എംപ്റ്റീഡ്. ഞാൻ ആ ഷെൽഫിലേക്ക് കൈ എത്തിക്കാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് അതിന് മാത്രം ഉയരമില്ലായിരുന്നു. നമ്മളൊരു വസ്തു എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്പർശിക്കുന്നതിന് വേണ്ടി കൈ നീട്ടുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ട്രൈ ടു റീച്ച് എന്ന വെർബ് ഉപയോഗിക്കാം. ഞാൻ ആ ഷെൽഫിലേക്ക് കൈ എത്തിക്കാൻ ശ്രമിച്ചു. ഐ ട്രൈഡ് ടു റീച്ച് ദ ഷെൽഫ്. പക്ഷെ എനിക്ക് അതിന് മാത്രം ഉയരമില്ലായിരുന്നു. ഞാൻ ആ ഷെൽഫിലേക്ക് എത്താൻ മാത്രമുള്ള ഹൈറ്റ് എനിക്കില്ലായിരുന്നു. ഉയരം എന്നതിന് ഹൈറ്റ് എന്ന നൗണാണ് ഉപയോഗിക്കുക. നമ്മളിത് ഇവിടെ പറയുന്നത് ഹൈറ്റ് എന്ന നൗൺ ഉപയോഗിച്ചല്ല, ടോൾ എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചാണ്. എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല പറയുന്നത് എന്നർത്ഥം. നമ്മളൊരു സെന്റൻസ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പദാനുപദം തർജ്ജമ ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റും. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ആയിരിക്കില്ല പലപ്പോഴും ഇംഗ്ലീഷിലെ കാര്യങ്ങൾ പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ പറയാം. ഐ ട്രൈഡ് ടു റീച്ച് ദ ഷെൽഫ് ബട്ട് ഐ വാസ് നോട്ട് ടോൾ ഇനഫ്. ടോൾ ഇനഫ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉയരമുണ്ട്. ഓൾഡ് ഇനഫ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ള പ്രായമുണ്ട്. റിച്ച് ഇനഫ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് ഉള്ള പണമുണ്ട്. വേണ്ടത്ര സമ്പന്നരാണ് എന്നർത്ഥം. ഇനഫ് ഒരു അജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാനായി ഉപയോഗിക്കുമ്പോൾ അത് ആ അജക്റ്റീവിന് ശേഷമാണ് വരിക. ഐ ട്രൈഡ് ടു റീച്ച് ദ ഷെൽഫ് ബട്ട് ഐ വാസ് നോട്ട് ടോൾ ഇനഫ്. ഇനഫ് സൂചിപ്പിക്കുന്നത് സഫിഷ്യൻസിയാണ്, അതായത് വേണ്ടത്ര ഉണ്ട് എന്ന് പറയാനാണ് ഇനഫ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ആവശ്യത്തിലധികമുണ്ട്, നമുക്ക് ഇഷ്ടമല്ലാത്തൊരളവിലുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത്. 15 വർഷമായി അവൻ തനിച്ചാണ് താമസിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്ന 15 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഈ സംസാരിക്കുന്ന സമയം വരെയും നീണ്ടു നിന്ന ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ്. ഇങ്ങനെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത ഇനി ഒരു പക്ഷേ ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. 15 വർഷമായി അവൻ തനിച്ചാണ് താമസിക്കുന്നത്. He has been living alone for 15 years. He has been living alone. തനിച്ച് താമസിക്കുന്നതിന് living alone. He has been living alone for 15 years. ഇവിടെ നമുക്ക് has been living എന്നതിന് പകരം has lived എന്ന പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ലിവ്, വർക്ക്, ഈ രണ്ട് വേർബ്സിന്റെ കൂടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഒരേ മീനിങ്ങിൽ ഉപയോഗിക്കാം. മറ്റു വേർബ്സിന്റെ കാര്യത്തിൽ ഇത് പലപ്പോഴും സാധ്യമല്ല. ഈ രണ്ട് വേർബ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഇത് രണ്ട് ടെൻസിൽ ഏതും ഉപയോഗിക്കാം. അവന് അതിൽ ഒരു പരാതിയുമില്ല. തനിച്ച് താമസിക്കുന്നതിൽ അയാൾക്കൊരു വിഷമവുമില്ല. ഹി ഡസൻ മൈൻഡ് ഇറ്റ്. നമുക്കൊരു കാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടില്ല എന്നെല്ലാം പറയാൻ നമുക്ക് മൈൻഡ് എന്ന വെർബ് ഉപയോഗിക്കാം. ഹി ഡസൻ മൈൻഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ അയാൾക്ക് അതിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, വിരോധമില്ല, പരാതിയില്ല. അതാണ് അതിനർത്ഥം. അവന് തനിച്ച് താമസിച്ച് ശീലമാണ്. നമുക്കൊരു കാര്യം പരിചയമാണ്, ശീലമാണ് എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ബി യൂസ് ടു ആണ്. അപ്പൊ അയാൾക്ക് തനിച്ച് താമസിച്ച ശീലമാണ് എന്ന് പറയുമ്പോൾ ബി യൂസ് ടുവിലെ ബി, ഈസ്, ആം, ആർ, വാസ്, വെർ ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. സബ്ജക്റ്റിനനുസരിച്ചും ടെൻസിനനുസരിച്ചും നമ്മൾ അവിടെ ഈസ് ഉപയോഗിക്കണോ, വാസ് ഉപയോഗിക്കണോ, ആർ ഉപയോഗിക്കണോ എന്നെല്ലാം തീരുമാനിക്കണം. അവന് തനിച്ച് താമസിച്ച ശീലമാണ്. ഹി ഈസ് യൂസ് ടു ലിവിങ് അലോൺ. ഹി ഈസ് യൂസ് ടു ലിവിങ് അലോൺ. ബി യൂസ് ടുവിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക ING ഫോം ആണ്. ബി ഇല്ലാതെ യൂസ് ടു മാത്രമാണെങ്കിൽ പിന്നെ അതിന് ശേഷം വരിക V1 ആണ്. ഹി ഈസ് യൂസ് ടു ലിവിങ് അലോൺ. ഈ സ്ട്രക്ചർ ഒരു കാര്യം നമുക്ക് പരിചയമാണ് എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമുക്കതിൽ പുതുമയൊന്നുമില്ല, നമ്മളത് ശീലിച്ച കാര്യമാണ്. അത് പറയാനാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. നിങ്ങളൊരു നഗരത്തിലേക്ക് താമസം മാറ്റുമ്പോൾ നിങ്ങൾക്ക് ബഹളവുമായി പൊരുത്തപ്പെടേണ്ടി വരും. എന്തെങ്കിലും ഒരു സാഹചര്യം നമുക്ക് പരിചയമായി വരുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ഗെറ്റ് യൂസ് ടു. പലപ്പോഴും ഇതിന് പകരം നമുക്ക് ബി യൂസ് ടു ഉപയോഗിക്കേണ്ടി വരും. ബഹളവുമായി പൊരുത്തപ്പെടേണ്ടി വരും, ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ വിൽ ഹാവ് ടു ഗെറ്റ് യൂസ് ടു, ആ വെർബാണ് നമ്മൾ ഉപയോഗിക്കുക. വിൽ ഹാവ് ടു എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടി വരും. ഗെറ്റ് യൂസ് ടു എന്ന് പറയുമ്പോൾ പരിചയപ്പെട്ട് വരേണ്ടി വരും. നിങ്ങളൊരു നഗരത്തിലേക്ക് താമസം മാറ്റുമ്പോൾ വെൻ യു മൂവ് ടു എ സിറ്റി യു വിൽ ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദ നോയ്സ്. ബഹളവുമായി പൊരുത്തപ്പെടേണ്ടി വരും. യു വിൽ ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദ നോയ്സ്. യു ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദ നോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്നർത്ഥം. വിൽ ഹാവ് ടു ഉപയോഗിക്കുന്നത് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. വെൻ യു മൂവ് ടു എ സിറ്റി യു വിൽ ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദ നോയ്സ്. ഗെറ്റ് യൂസ് ടു എന്ന് പറയുമ്പോൾ പരിചയമായി വരിക. അവൾ നേരത്തെ ധാരാളം യാത്ര ചെയ്യുമായിരുന്നു. പാസ്റ്റ് ഹാബിറ്റ്, അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് യൂസ് ടു ആണ്. അതിൻ്റെ കൂടെ ബി ഇല്ല, അത് ശ്രദ്ധിക്കണം. ബി യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒന്ന് പരിചയമാണ് എന്ന് പറയാനാണ്. യൂസ് ടു മാത്രമായി ഉപയോഗിക്കുന്നത് നമ്മളത് പണ്ട് ചെയ്യുമായിരുന്നു എന്ന് പറയാനാണ്. അവൾ നേരത്തെ ധാരാളം യാത്ര ചെയ്യുമായിരുന്നു. ഷീ യൂസ് ടു ട്രാവൽ എ ലോട്ട്. ധാരാളം എന്നതിന് എ ലോട്ട് എന്ന അഡ്വർബ് ഉപയോഗിക്കാം. ഷീ യൂസ് ടു ട്രാവൽ എ ലോട്ട്. ഇത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന അവളുടെ ഒരു ഹാബിറ്റാണ്. പണ്ട് ധാരാളം യാത്ര ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അവൾക്ക് വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം. ഒന്നിനേക്കാൾ മറ്റൊന്ന് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് പ്രിഫർ ആണ്. ലൈക്ക് എന്ന് പറയുമ്പോൾ ഇഷ്ടമാണ് എന്ന് മാത്രമാണ് അർത്ഥം. പ്രിഫർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷനേക്കാൾ മറ്റൊരു ഓപ്ഷൻ കൂടുതൽ ഇഷ്ടമാണ് എന്നാണ് അർത്ഥം. ഇവിടെ യാത്ര ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം വീട്ടിലിരിക്കുന്നതാണ് എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബ് പ്രിഫർ ആണ്, ലൈക്ക് അല്ല. ഷീ യൂസ് ടു ട്രാവൽ എ ലോട്ട് ബട്ട് നൗ ഷീ പ്രിഫേഴ്സ് ടു സ്റ്റേ അറ്റ് ഹോം. വീട്ടിലിരിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റേ അറ്റ് ഹോം. ഷീ യൂസ് ടു ട്രാവൽ എ ലോട്ട് ബട്ട് നൗ ഷീ പ്രിഫേഴ്സ് ടു സ്റ്റേ അറ്റ് ഹോം. അവൾക്ക് ഇപ്പോൾ വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം. പ്രിഫർ ഉപയോഗിക്കുന്നത് ഒരു ഓപ്ഷൻ മറ്റൊരു ഓപ്ഷനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. യൂസ് ടുവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് V1 ആണ്. ബി യൂസ് ടുവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു കാർ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് പല രീതിയിൽ പറയാം. ഇറ്റ് ഈസ് നോ യൂസ് എന്ന് പറയാം, ഇറ്റ് ഈസ് നോ ഗുഡ് എന്ന് പറയാം, ദർ ഈസ് നോ പോയിന്റ് ഇൻ എന്ന് പറയാം. ഇതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോം ആണ്. ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു കാർ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ദർ ഈസ് നോ പോയിന്റ് ഇൻ ഹാവിങ് എ കാർ ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ്. നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ. ദർ ഈസ് നോ പോയിന്റ് ഇൻ ഹാവിങ് എ കാർ ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ്. നിങ്ങളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു കാറ് ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ദർ ഈസ് നോ പോയിന്റിന് ശേഷം ING ഫോം വേണം ഉപയോഗിക്കാൻ. നമുക്ക് പോവാം, അവനെ കാത്തു നിൽക്കുന്നതിൽ ഒരു കാര്യവുമില്ല.
നമുക്ക് പോവാം, ഒരു സജഷൻ ആണ്. ലെറ്റ്സ് ഗോ. ഷോൾ വി ഗോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോയാലോ എന്നാണ് അർത്ഥം. ലെറ്റ്സ് ഗോ എന്ന് പറയുമ്പോൾ നമുക്ക് പോവാം എന്നാണ്. അവനെ കാത്തു നിൽക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇറ്റ് ഈസ് നോ യൂസ് വെയിറ്റിംഗ് ഫോർ ഹിം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോ ഗുഡ് വെയിറ്റിംഗ് ഫോർ ഹിം. രണ്ടും ഉപയോഗിക്കാം. യൂസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗുഡ് ഉപയോഗിക്കാം. രണ്ടായാലും അതിനുശേഷം വരുന്നത് ING ഫോം ആണ്. ഇറ്റ് ഈസ് നോ യൂസ് വെയിറ്റിംഗ് ഫോർ ഹിം. അവൻ വരില്ല. ഹി വോണ്ട് കം. അവൻ വരില്ല. ഹി വിൽ നോട്ട് കം. ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു കാർ ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? നേരത്തെ നമ്മൾ ആ സെന്റൻസ് ദർ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് പോയിന്റിന് ശേഷം നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ഇവിടെ ഇത് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രയോജനം? വാട്ട്സ് ദ പോയിന്റ്? പിന്നെ വരുന്നത് ഇൻ അല്ല, ഓഫ് ആണ്. വാട്ട്സ് ദ പോയിന്റ് ഓഫ് ഹാവിങ് എ കാർ ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ്? വാട്ട്സ് ദ പോയിന്റ് ഓഫ് ഹാവിങ് എ കാർ ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ്? വാട്ട് ഉപയോഗിച്ച് ഈ സെന്റൻസ് തുടങ്ങുമ്പോൾ, അതായത് ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോയിന്റ് ഓഫ് എന്നാണ്. ദർ ഉപയോഗിച്ച് സെന്റൻസ് തുടങ്ങുമ്പോഴാണ് നമ്മൾ പോയിന്റ് ഇൻ ഉപയോഗിക്കുന്നത്. പ്രിപ്പോസിഷനിലുള്ള ചേഞ്ച് ഒന്ന് ശ്രദ്ധിക്കണം. വാട്ട്സ് ദ പോയിന്റ് ഓഫ് ഹാവിങ് എ കാർ ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ്? പല നൗൺസിന് ശേഷവും നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഡിഫറെൻ്റ് ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനിലും ഡിഫറൻസ് വരും. ഒരു പൂച്ച ഉണ്ടാവുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പൂച്ച ഉണ്ടാവുന്നത് കൊണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിച്ച് പൂച്ചയെ വളർത്തുന്നത് കൊണ്ട്, ഒരു പെറ്റിനെ വളർത്തുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇവിടെ നമുക്ക് പ്രയോജനങ്ങൾ എന്നതിന് അഡ്വാൻറ്റേജസ് എന്നോ ബെനിഫിറ്റ്സ് എന്നോ പറയാം. ദർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് തുടങ്ങുന്നത്. ദർ ആർ സെവറൽ അഡ്വാൻറ്റേജസ്. പിന്നെ ടു ആണ്. ദർ ആർ സെവറൽ അഡ്വാൻറ്റേജസ് ടു ഹാവിങ് എ ക്യാറ്റ്. ഒരു പൂച്ച ഉണ്ടാവുന്നതിന്, പൂച്ചയെ വളർത്തുന്നതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ദർ ആർ സെവറൽ അഡ്വാൻറ്റേജസ് ടു ഹാവിങ് എ ക്യാറ്റ്. അഡ്വാൻറ്റേജസിനും ബെനിഫിറ്റ്സിനും ശേഷം ആ സെന്റൻസ് ദർ ഉപയോഗിച്ചാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്, ഓഫ് അല്ല. പിന്നെ അതിനുശേഷം വരുന്നത് ING ഫോം ആണ്. പ്രിപ്പോസിഷന് ശേഷം ഒരു വെർബ് വരുമ്പോൾ ആ വെർബ് എല്ലായ്പ്പോഴും അതിന്റെ ING ഫോമിലായിരിക്കണം. ഇവിടുത്തെ ടു ഇൻഫിനിറ്റീവ് മാർക്കർ അല്ല, പ്രിപ്പോസിഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനുശേഷം ഹാവിങ് എന്ന ING ഫോം ഉപയോഗിച്ചത്. ടു ഹാവ് അല്ല, ടു ഹാവിങ്. ഒരു പൂച്ച ഉണ്ടാവുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ഇത് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ വാട്ട് ഉപയോഗിച്ചാണ് ഈ സെന്റൻസ് തുടങ്ങുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആ ടു എന്ന പ്രിപ്പോസിഷന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഓഫ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് എ ക്യാറ്റ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഹാവിങ് എ ക്യാറ്റ്? ദർ ഉപയോഗിച്ച സെന്റൻസ് തുടങ്ങിയ സമയത്ത് അഡ്വാൻറ്റേജസിനും ബെനിഫിറ്റ്സിനും ശേഷം നമ്മൾ ഉപയോഗിച്ചത് ടു എന്ന പ്രിപ്പോസിഷൻ ആയിരുന്നു. വാട്ട് ഉപയോഗിച്ച് ഈ സെന്റൻസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അഡ്വാൻറ്റേജസിനും ബെനിഫിറ്റ്സിനും ശേഷം ഉപയോഗിക്കുന്നത് ഓഫ് എന്ന പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷന് ശേഷം വരുന്നത് പിന്നെ ING ഫോം തന്നെയാണ്. ഇന്നലെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ കള്ളന്മാർ കയറി. കള്ളന്മാർ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസൽ വെർബാണ് ബ്രേക്ക് ഇൻ ടു. ഇന്നലെ കയറി, അപ്പൊ പാസ്റ്റ് ടെൻസിൽ വേണം ഉപയോഗിക്കാൻ. തീവ്സ്, ഏതെങ്കിലും പ്രത്യേക കള്ളന്മാരെ കുറിച്ചൊന്നും പറയുന്നില്ല, ജനറൽ ആയി കള്ളന്മാർ എന്ന് മാത്രമാണ് പറയുന്നത്. തീവ്സ് പ്ലൂറൽ നൗൺ ആണ്. പ്ലൂറൽ നൗൺസിന്റെ കൂടെ പൊതുവെ നമ്മൾ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ദ തീവ്സ് എന്ന് ഇവിടെ പറയണ്ട, തീവ്സ് എന്ന് പറഞ്ഞാൽ മതി. തീവ്സ് ബ്രോക്ക് ഇൻ ടു അവർ അപ്പാർട്ട്മെന്റ് യെസ്റ്റർഡേ. കള്ളന്മാര് ഇന്നലെ ഞങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി. കള്ളന്മാർ കയറി. തീവ്സ് ബ്രോക്ക് ഇൻ ടു അവർ അപ്പാർട്ട്മെന്റ് യെസ്റ്റർഡേ. പക്ഷെ അവരൊന്നും കൊണ്ടുപോയില്ല. കൊണ്ടുപോവുക എന്നതിന് ടേക്ക് എന്ന് പറയും, കൊണ്ടുവരിക എന്നതിന് ബ്രിങ് എന്ന് പറയും. അവരൊന്നും കൊണ്ടുപോയില്ല. പാസ്റ്റ് ടെൻസിലാണ് ഇത്. ബട്ട് ദേ ഡിഡ്ന്റ് ടേക്ക് എനിത്തിങ്. മോഷ്ടിക്കാൻ പറ്റിയ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടില്, ഞങ്ങളുടെ അപ്പാർട്ട്മെന്റില് മോഷ്ടിക്കാൻ കൊള്ളാവുന്ന വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? There was nothing worth stealing. ബർത്തിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോം ആണ്. There was nothing worth stealing. Thieves broke into our apartment yesterday, but they didn't take anything. അവരൊന്നും കൊണ്ടുപോയില്ല. There was nothing worth stealing. കൊണ്ടുപോകാൻ പറ്റിയ, മോഷ്ടിക്കാൻ പറ്റിയ ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഒരു വിസ കിട്ടാൻ നീ ബുദ്ധിമുട്ടിയോ? ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടിയോ എന്ന് ചോദിക്കാൻ ഡിഡ് യു ഹാവ് ഡിഫിക്കൽട്ടി എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഞാൻ ബുദ്ധിമുട്ടി എന്ന് പറയാൻ ഐ ഹാഡ് ഡിഫിക്കൽട്ടി എന്നും പറയാം. രണ്ടിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോം ആണ്. ഡിഡ് യു ഹാവ് ഡിഫിക്കൽട്ടി ഗെറ്റിംഗ് എ വിസ? ഡിഡ് യു ഹാവ് ഡിഫിക്കൽട്ടി ഗെറ്റിംഗ് എ വിസ? ഇവിടെ നമുക്ക് ഡിഫിക്കൽട്ടിക്ക് പകരം ട്രബിൾ ഉപയോഗിക്കാം. ഡിഡ് യു ഹാവ് ട്രബിൾ ഗെറ്റിംഗ് എ വിസ എന്ന് ചോദിക്കാം. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ ഐ ഹാഡ് ട്രബിൾ ഗെറ്റിംഗ് എ വിസ, അല്ലെങ്കിൽ ഐ ഹാഡ് ഡിഫിക്കൽട്ടി ഗെറ്റിംഗ് എ വിസ. ഈ സ്ട്രക്ചറിൽ ഡിഫിക്കൽട്ടിക്ക് ശേഷം അല്ലെങ്കിൽ ട്രബിളിന് ശേഷം ഉപയോഗിക്കുന്നത് എപ്പോഴും ING ഫോമാണ്. എനിക്ക് ഫോൺ നമ്പറുകൾ ഓർക്കാൻ വിഷമമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാൻ വിഷമമുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ഡിഫിക്കൽട്ടി എന്ന സ്ട്രക്ചർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ്
എന്ന സ്ട്രക്ചർ ഉപയോഗിക്കാം. ഹാർഡിന് പകരം അവിടെയും നമുക്ക് ഡിഫിക്കൽട്ട് ഉപയോഗിക്കാം. ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് എന്ന് പറയാം. ഡിഫിക്കൽട്ടിന് ശേഷം വരിക ടു ഇൻഫിനിറ്റീവ് ആണ്. ഡിഫിക്കൽട്ടിക്ക് ശേഷം വരിക ING ഫോം ആണ്. ഡിഫിക്കൽട്ട് അഡ്ജക്റ്റീവ് ആണ്, അതിനുശേഷം വരുന്നത് ടു ഇൻഫിനിറ്റീവും. ഡിഫിക്കൽട്ടി എന്ന നൗണിന് ശേഷം വരുന്നത് ING ഫോമുമാണ്. എനിക്ക് ഫോൺ നമ്പറുകൾ ഓർക്കാൻ വിഷമമുണ്ട്. ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് എന്ത് ഓർക്കാൻ, ടു റിമെമ്പർ ഫോൺ നമ്പേഴ്സ്. ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു റിമെമ്പർ ഫോൺ നമ്പേഴ്സ്. ഐ ഫൈൻഡ് അതാണ് സബ്ജക്റ്റും വെർബും. ആ ഫൈൻഡ് എന്ന വെർബിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇറ്റ്, പിന്നെ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഹാർഡ്. എനിക്ക് വിഷമമാണ്, അതാണ് അതിനർത്ഥം. ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ വിഷമമാണ്. എന്തിന്, എന്ത് ബുദ്ധിമുട്ട്, അതാണ് ആ സെൻറ്റൻസിൻ്റെ ബാക്കി വരുന്ന ഭാഗം പറയുന്നത്. ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു റിമെമ്പർ ഫോൺ നമ്പേഴ്സ്. ടു ഇൻഫിനിറ്റീവ് ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഹാർഡിന് പകരം ഡിഫിക്കൽട്ട് ഉപയോഗിക്കാം. ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റിമെമ്പർ ഫോൺ നമ്പേഴ്സ്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ, എനിക്കത് വിഷമമാണ്. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ടു റിമെമ്പർ ഫോൺ നമ്പേഴ്സ്. ഫോൺ നമ്പറുകൾ ഓർത്തിരിക്കാൻ എനിക്ക് വിഷമമാണ്. ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് അല്ലെങ്കിൽ ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ടിന് പകരം നമുക്ക് ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ എന്ന് പറയാം. ഇത് തന്നെ ഐ ഹാവ് ഡിഫിക്കൽട്ടി ഉപയോഗിച്ച് നമുക്ക് പറയാം. ഐ ഹാവ് ഡിഫിക്കൽട്ടി റിമെമ്പറിങ് ഫോൺ നമ്പേഴ്സ്. ഐ ഹാവ് ഡിഫിക്കൽട്ടിക്ക് ശേഷം പിന്നെ വരുന്നത് ING ഫോം ആണ്. ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ടിന് ശേഷം വരുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ ഹാവ് ഡിഫിക്കൽട്ടി റിമെമ്പറിങ് ഫോൺ നമ്പേഴ്സ്. എനിക്ക് ഫോൺ നമ്പറുകൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വിഷമമാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ഇഷ്ടമല്ല, അത് ഇത്തിരി ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ഉപയോഗിച്ച് പറയാം. ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് വിഷമമാണ്. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ എന്ന് പറഞ്ഞു നമുക്കിത് പറയാം. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ മീ ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ ഐ ഹാവ് ഡിഫിക്കൽട്ടി ഉപയോഗിച്ചും പറയാം. ഐ ഹാവ് ഡിഫിക്കൽട്ടി ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഡിഫിക്കൽട്ടിക്ക് ശേഷം പിന്നെ വരുന്നത് ഗെറ്റപ്പ് അല്ല, ഗെറ്റിംഗ് അപ്പ് ആണ്. അവൻ ചിരിച്ചില്ല എന്നത് എനിക്ക് വിചിത്രമായി തോന്നി. ഇത് പാസ്റ്റിലുള്ള കാര്യമാണ്. എനിക്ക് എങ്ങനെ തോന്നി. വിചിത്രം എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ച് അല്ലെങ്കിൽ വിയേർഡ്, ഓഡ് എന്ന അഡ്ജക്റ്റീവും നമുക്ക് ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞ കാര്യമാണല്ലോ, തോന്നി എന്നാ പറയുന്നത്. അപ്പോൾ ഐ ഫൈൻഡ് ഇറ്റ് വിയേർഡ് അല്ല, ഐ ഫൗണ്ട് ഇറ്റ് വിയേർഡ് അല്ലെങ്കിൽ ഐ ഫൗണ്ട് ഇറ്റ് സ്ട്രേഞ്ച്. അവൻ ചിരിച്ചില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളോട് ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് അല്ല, ദാറ്റ് ക്ലോസ് ആണ്. ഐ ഫൗണ്ട് ഇറ്റ് സ്ട്രേഞ്ച് ദാറ്റ് ഹി ഡിഡിൻറ്റ് സ്മൈൽ. ഐ ഫൗണ്ട് ഇറ്റ് സ്ട്രേഞ്ച് ദാറ്റ് ഹി ഡിഡിൻറ്റ് സ്മൈൽ. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ എന്നെ നോക്കി ചിരിച്ചില്ല, അതിലെനിക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. ഐ ഫൗണ്ട് ഇറ്റ് സ്ട്രേഞ്ച് ദാറ്റ് ഹി ഡിഡിൻറ്റ് സ്മൈൽ. ഇവിടെ ടു ഇൻഫിനിറ്റീവ് അല്ല യൂസ് ചെയ്യുന്നത്, ദാറ്റ് ക്ലോസ് ആണ്. രണ്ട് ക്ലോസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അവൻ വന്നില്ല എന്നത് എനിക്ക് വിചിത്രമായി തോന്നി. ഐ ഫൗണ്ട് ഇറ്റ് വിയേർഡ്. വരുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് കം എന്ന വെർബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷോ അപ്പ് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ടേൺ അപ്പ് എന്ന ഫ്രേസൽ വെർബും ഇതേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഐ ഫൗണ്ട് ഇറ്റ് വിയേർഡ് ദാറ്റ് ഹി ഡിഡിൻറ്റ് ഷോ അപ്പ് അല്ലെങ്കിൽ ഹി ഡിഡിൻറ്റ് ടേൺ അപ്പ്. ഐ ഫൗണ്ട് ഇറ്റ് വിയേർഡ് ദാറ്റ് ഹി ഡിഡിൻറ്റ് ടേൺ അപ്പ്. ഞാൻ ഈ ബ്രഷ് കുപ്പികൾ വൃത്തിയാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിന്റെ പർപ്പസിനെ കുറിച്ച് പറയാൻ നമുക്ക് 4+ING ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഞാൻ ഈ ബ്രഷ് കുപ്പികൾ വൃത്തിയാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഐ യൂസ് ദിസ് ബ്രഷ് ഫോർ ക്ലീനിങ് ബോട്ടിൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ യൂസ് ദിസ് ബ്രഷ് ടു ക്ലീൻ ബോട്ടിൽസ് എന്ന് പറയാം. രണ്ടും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഐ യൂസ് ദിസ് ബ്രഷ് ഫോർ ക്ലീനിങ് ബോട്ടിൽസ് അല്ലെങ്കിൽ ഐ യൂസ് ദിസ് ബ്രഷ് ടു ക്ലീൻ ബോട്ടിൽസ്. ഒരു വസ്തുവിൻ്റെ പർപ്പസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായ ബ്രഷാണ് വരുന്നതെങ്കിലും അങ്ങനെയാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക 4+ING ആണ്, 2+V1 അല്ല. ദിസ് ബ്രഷ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ബോട്ടിൽസ്. ദിസ് ബ്രഷ് ഈസ് യൂസ്ഡ് അല്ല, ദിസ് ബ്രഷ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ബോട്ടിൽസ്. ബോട്ടിൽസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ബ്രഷ് ഉപയോഗിക്കപ്പെടുന്നത്. ദിസ് ബ്രഷ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ബോട്ടിൽസ്. മറ്റൊരു എക്സാമ്പിൾ പറയാം. ബാരോമീറ്റർ, അറ്റ്മോസ്ഫറിക് പ്രഷർ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം. നമുക്കത് ഇങ്ങനെ പറയാം. വി യൂസ് എ ബാരോമീറ്റർ ടു മെഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ, അല്ലെങ്കിൽ വി യൂസ് എ ബാരോമീറ്റർ ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫറിക് പ്രഷർ. സബ്ജക്റ്റായി നമ്മൾ വന്ന സമയത്ത് നമുക്ക് ഫോർ മെഷറിങ്ങും ഉപയോഗിക്കാം, ടു മെഷറും ഉപയോഗിക്കാം. ഇനി സബ്ജക്റ്റായി ആ ബാരോമീറ്റർ ആണ് വരുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 4+ING ആണ്. എ ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫറിക് പ്രഷർ. എ ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ അല്ല, ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്.
സബ്ജക്റ്റ് നമ്മളാവുമ്പോൾ ഇൻഫിനിറ്റീവും 4+ing ഉപയോഗിക്കാം. സബ്ജക്റ്റ് ആ വസ്തു ആവുമ്പോൾ ഉപയോഗിക്കുന്നത് 4+ing ആണ്. ഇനി നമുക്ക് ഇന്നത്തെ ഹോംവർക്ക് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ലെസൺസ് അത് ഉപയോഗിക്കുന്ന സെന്റൻസസ് ആണ് ഇതെല്ലാം തന്നെ. ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. സാധാരണ നമുക്ക് പറയേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നോക്കിയത്. ing ഫോംസും ടു ഇൻഫിനിറ്റീവ്സും ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇതെല്ലാം. പല വെർബ്സിന് ശേഷവും നമുക്കിതെല്ലാം ഉപയോഗിക്കാം. ചില വെർബ്സിന് ശേഷം ഇതിലേതെങ്കിലും ഒന്നേ ഉപയോഗിക്കാൻ സാധിക്കൂ. ചില സാഹചര്യങ്ങളിൽ രണ്ടും ഉപയോഗിക്കാം, പക്ഷെ മീനിങ് വ്യത്യാസമാവും. ഒരു വേർഡിന് ശേഷം പിന്നെ എന്തെല്ലാം ഉപയോഗിക്കാം എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിലെ ലോങ് സെന്റൻസസ് നിർമ്മിക്കാൻ സാധിക്കൂ. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നവരെ, ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.